ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു റൗട്ടറിനെ കുറിച്ചാണ്. അതായത് ഒരു ഡീലിങ്ങിൻ്റെ പുതിയ റൗട്ടർ M30, അതായത് ഒരു മെഷ് റൗട്ടറാണ്. മെഷ് വൈഫൈ റൗട്ടറായ M30 എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വൈഫൈ 6 റൗട്ടറാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. അതായത് ഈ ഒരു റൗട്ടറിൽ ഉള്ള പ്രധാന ഫീച്ചറുകൾ ഒന്ന് രണ്ട് ഫീച്ചറുകൾ ആദ്യം തന്നെ ഞാൻ പറയാം. അതായത് പലവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ, അതായത് ടെക്നീഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളൊന്നാണ്, ഞാൻ കൊടുക്കുന്ന വൈഫൈ, അതായത് എൻ്റെ റൗട്ടറിൽ നിന്ന് ഒരാൾ വൈഫൈ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന ആൾക്ക് അയാൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സൈറ്റുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സൈറ്റുകൾ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര നേരം, അതായത് അയാൾ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റാസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതായത് ഒരു ഒരു നിശ്ചിത സമയത്തേക്ക് കൊടുക്കാൻ പറ്റുമോ, ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ കട്ടാവണം, അങ്ങനെ അയാൾക്ക് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഈ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റുകളൊക്കെ എന്താണെന്നൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന സൈറ്റുകളിലോട്ടൊന്നും കയറാതിരിക്കാൻ, ഇപ്പോൾ യൂട്യൂബൊന്നും അധികം ഉപയോഗിക്കാതിരിക്കാനോ, അല്ലെങ്കിൽ വേറെ സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് ഈ ഒരു റൗട്ടർ. ഇതിപ്പോൾ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കർവ് ഡിസൈനാണ്. ഇത്ര ഡിസൈനിലുള്ള റൗട്ടർ അധികം ഇല്ല. ഇതൊരു വൈഫൈ 6 റൗട്ടറാണ്. അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന രണ്ടൊന്ന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈഫൈ 5നേക്കാൾ, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന റൗട്ടറിനേക്കാളും ഒരുപാട് 5G സ്പീഡിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. അതായത് 4 ഇരട്ടി കൂടുതലാണ് വൈഫൈ 6ലെ സ്പീഡ്, ബാൻഡ് വിത്ത് വരാനുള്ള, അതായത് ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിൽ നടക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പെനട്രേഷൻ, അതായത് ഓരോ മതിലുകളും പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോഴും, അല്ലെങ്കിൽ ഓരോ ഒബ്സ്ട്രക്ഷൻസിനെ പെനട്രേറ്റ് ചെയ്ത് പോകാനുള്ള വൈഫൈയുടെ ശേഷി ഇതിനകത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ രണ്ടെണ്ണവും ഈ വൈഫൈ 6ൽ വരുന്ന ഒരു പ്രധാന ഫീച്ചറിലൊന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഫീച്ചർ, അതായത് ഒരു പർട്ടിക്കുലർ സൈറ്റിലോട്ട് കണക്ഷൻ വേണ്ട, അല്ലെങ്കിൽ എത്ര ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ ഡിവൈസുകളിലൊക്കെ പർട്ടിക്കുലർ ഓരോ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും നിശ്ചിത സമയം കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണിത്. അതായത് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് അക്വാലിയ പ്രോ ഐ, ഈ കാണുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിലാണ് നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്യാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് ആവുന്നുള്ളൂ, ശ്രമിക്കണം. സൈനപ്പ് കൊടുക്കുക. നമ്മൾ ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മളുടേതായിട്ടുള്ള അടിച്ചു കൊടുത്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. വെരിഫൈ യുവർ ഇമെയിൽ ഐ ഡി, യൂസർ നെയിം. ഐ ഹാവ് വെരിഫൈഡ് ഇമെയിൽ. അപ്പോൾ നമ്മുടെ ഇമെയിലിലോട്ട്, ആ പറഞ്ഞ അക്കൗണ്ടിലോട്ട്, ഇമെയിലിലോട്ട് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മെയിൽ എടുത്ത് നമ്മളൊന്ന് അപ്രൂവ് കൊടുക്കണം. മെയിൽ വന്നിട്ടുണ്ടാവും. മെയിൽ നമ്മൾ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. എന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് തന്നെ വരിക. എന്നിട്ട് ഐ ഹാവ് വെരിഫൈഡ് മൈ ഇമെയിൽ, അതായത് നമ്മുടെ ഇമെയിലിൽ നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലോട്ട് ആ ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് വന്നു, നമ്മളിവിടെ വെരിഫൈ ചെയ്തു. അപ്പോൾ ആ വെരിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഐ ഹാവ് വെരിഫൈഡ് മൈ ഇമെയിൽ എന്നുള്ള ആ ഒരു പ്രസ് ചെയ്യുക. ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രീഡ് ടേംസ് ഓഫ് യൂസ് ആൻഡ് പോളിസി, പ്രൈവസി പോളിസി എൻ്റർ ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ഇത് അലവ് കൊടുക്കണമെങ്കിൽ അലവ് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അലവ് കൊടുക്കാം, അലവ് കൊടുക്കാം, എല്ലാം അലവ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോപ്പപ്സ് വരും. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾ ന്യൂ ഡിവൈസ്,
അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ഈ ഒരു റൗട്ടറിനെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് വൈഫൈ ടു ഫൈൻഡ് ഡിവൈസ് കണക്ട് യുവർ ഡി-ലിങ്ക് നെറ്റ്വർക്ക് ടു ദി സെറ്റിങ്സ്. അതായത് ഇവിടെ നമ്മൾ ഈ റൗട്ടറിലോട്ട് നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് ആ ഒരു ഇൻപുട്ട് കേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു വാൻ പോർട്ടിൽ വേണം കൊടുക്കാനായിട്ട്. വാൻ പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വാൻ പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ വാൻ പോർട്ട് അതായത് ഡിഫറെൻറ്റ് കളറുള്ളൊരു പോർട്ട്, ഈ പോർട്ടിലോട്ട് വേണം നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഒരു അഡാപ്റ്റർ കുത്തണം. ഇത് അഡാപ്റ്ററിൻ്റെ വയറാണ്, അഡാപ്റ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കുത്തി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതുപോലൊരു ഓറഞ്ച് കളർ, എന്ത് കളറാണ് കാണുന്നതെന്ന് അറിയില്ല, ഓറഞ്ച് കളറിൽ ഇവിടെ തെളിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു നമ്മുടെ ആപ്ലിക്കേഷനിലെ ആ ഇൻസ്റ്റാൾ ന്യൂ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക, അത് കൊടുക്കാം. അപ്പോൾ അതിനൊരു സ്കാൻ ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഇതിൻ്റെ പുറകിൽ തന്നെ ഒരു സ്കാൻ ചെയ്യാനുള്ള QR കോഡ് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആ ഒരു കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് നമ്മളോട് ചോദിക്കും. അതായത് സെറ്റപ്പ് ആസ് റൗട്ടർ ആണോ അല്ലെങ്കിൽ സെറ്റപ്പ് ആസ് റേഞ്ച് എക്സ്റ്റൻഡർ ആണോ, ആയിട്ടാണോ റൗട്ടർ ആണോ സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് റൗട്ടർ തന്നെ കൊടുക്കുക. എക്സ്റ്റൻഡർ ആയിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്റ്റൻഡർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഇതെന്താണ് റേഞ്ച് എക്സ്റ്റൻഡർ, എന്താണ് റൗട്ടർ എന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെറ്റപ്പ് ആസ് റൗട്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. റൗട്ടറായിട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ ആ ഒരു മോഡമായിട്ട് കണക്ട് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് റൗട്ടർ ഈസ് ഓൺ ആണെന്ന് ചോദിക്കുന്നുണ്ട്, റൗട്ടർ ഈസ് ഓൺ ആണ്. നെക്സ്റ്റ് കൊടുക്കുക. LEDs നൗ ബ്ലിങ്കിങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് LED ഇപ്പോൾ ബ്ലിങ്കിങ് ആണ് അല്ലേ, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ LED ഈസ് നൗ ബ്ലിങ്കിങ് ഇൻ ഓറഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെർച്ചിങ് ഫോർ ഡിവൈസ് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഇതിനകത്ത് ഡിറ്റക്റ്റ് ആവും. കണക്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നത്, അതായത് M30യുടെ വൈഫൈ ഓൺ ആണ്, അതായത് ഈ റൗട്ടറിൻ്റെ വൈഫൈ ഓൺ ആണ്, അപ്പോൾ കണക്ട് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്തോളാൻ പറഞ്ഞ് കണക്ട് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. കണക്റ്റിംഗ് ടു ഡിവൈസ് സെർച്ച് ചെയ്യാണ്. സെർച്ചിങ് ഫോർ ഡിവൈസ്, അതായത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഡിവൈസിനെ സെർച്ച് ചെയ്യാണ്. അപ്പോൾ സെർച്ചിങ് ഫോർ ഡിവൈസ് ആണ്, വെയിറ്റ് ചെയ്യുക. അതായത് ഇനി സെറ്റപ്പ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അതായത് സെറ്റപ്പ് ആസ് ഡയലപ്പ് കണക്ഷൻ അല്ല നമുക്ക് വേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. സ്കിപ്പ് ഫോർ നൗ, സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. വൈഫൈ നെയിം ആൻഡ് പാസ്വേഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമുക്ക് ഈ നമ്മുടെ റൗട്ടറിൻ്റെ പേരും പാസ്വേഡ് എന്തിടണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പേരും പാസ്വേഡ് ഇടാം. ഞാനിവിടെ ജസ്റ്റ് DK നെറ്റ്വർക്കിംഗ് കൊടുക്കുന്നുണ്ട്. DK നെറ്റ്വർക്കിംഗ് കൊടുത്തു. പാസ്വേഡ് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് തൽക്കാലം ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുക. എന്തെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉള്ള പാസ്വേഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ യൂസ് ദ ഡിഫോൾട്ട് വൈഫൈ നെയിം ആൻഡ് പാസ്വേഡ്, അതായത് ഈ ഒരു റൗട്ടറിൻ്റെ പുറയിലുള്ള അതേ പാസ്വേഡായിട്ട് തന്നെ, അതായത് ഈ ഒരു റൗട്ടറിൻ്റെ പുറയിലുള്ള അതേ പേരും പാസ്വേഡ് തന്നെ അവിടെ വരും. നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് അല്ലാണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിഫോൾട്ടിലോട്ട് പോയതാണ്. നമുക്ക് ആദ്യം ഒന്നുകൂടി ആ പേരൊന്ന് കൊടുക്കുക. പാസ്വേഡ് എന്തെങ്കിലും കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഡിവൈസ് നെയിം M30 തന്നെ കൊടുക്കാം, ആ ഒരു മോഡൽ നമ്പർ. അഡ്മിൻ പാസ്വേഡ്, നമ്മുടെ പാസ്വേഡ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. അതായത് ഈ ഒരു പേജിലോട്ടൊക്കെ കയറുമ്പോൾ അഡ്മിൻ പാസ്വേഡ് എന്തെങ്കിലും സെറ്റിങ്സ് ഒക്കെ മാറ്റുമ്പോൾ അവർ അഡ്മിൻ പാസ്വേഡ് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ജസ്റ്റ് ഒരു അഡ്മിൻ പാസ്വേഡ് കൊടുക്കാം.
നെക്സ്റ്റ് കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ സെലക്ട് ചെയ്തിരുന്ന നമ്മൾ ടൈപ്പ് ചെയ്ത ഡിവൈസ് നെയിം, അഡ്മിൻ പാസ്വേഡ്, അങ്ങനെ അഡ്മിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ആഡിങ് ടു യുവർ ഡിവൈസ്, നമ്മൾ ഡിവൈസ് ആഡ് ചെയ്യാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. വിവിഡ് 4K വീഡിയോ ക്വാളിറ്റി, റീസ്റ്റാർട്ടിങ് ദ ഡിവൈസ്. ഈ സമയത്ത് നമ്മുടെ ഈ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യും, റെഡ് കളർ വരും, റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. കണക്ട് ടു ഡിവൈസ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു DK നെറ്റ്വർക്കിന് നമ്മളെ പേര് കൊടുത്ത ഡിവൈസിലോട്ട് വൈഫൈനെ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അങ്ങനെ DK നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നുണ്ടോ എന്ന്. നമുക്ക് കാണാം DK നെറ്റ്വർക്കിൽ നമ്മൾ വൈഫൈ വന്നു. അപ്പോൾ അവിടെ നമ്മുടെ നമുക്ക് കൊടുത്ത പാസ്വേഡ് അടിച്ച് കയറിയാണ്. കണക്ട് കൊടുക്കുക. കണക്റ്റായി. ഇനിയിപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് തന്നെ പോവാം. ഐ ഹാവ് കണക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഐ ഹാവ് കണക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. കണക്റ്റഡ് ടു യുവർ ഡിവൈസ്. ഇത് എവിടെയാണ്? ബെഡ്റൂമിലാണോ അല്ലെങ്കിൽ ഹോൾവേയിലാണോ ഫാമിലി റൂമിലാണോ എവിടെയാണെന്ന് നോക്കാം. മാസ്റ്റർ ബെഡ്റൂമാണോ എവിടെയെന്നുള്ളത് ഞാനിത് സെലക്ട് ചെയ്തു. നമുക്കിവിടെ അടിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഏത് സ്ഥലത്താണ് നമ്മുടെ ഡിവൈസ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഹാളിനുള്ളതിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്യണമെന്നില്ല, സ്കിപ്പ് ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, ഫിനിഷ് ചെയ്തു. എൻ്റെ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഈ കാണുന്നൊരു M30 ഡെക്കോ, ക്ഷമിക്കണം, M30 എന്ന് പറഞ്ഞ ഡിവൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേ ഡിവൈസിൻ്റെ പടമൊക്കെ ആയിട്ട്. അത് നമ്മുടെ ഈ ഒരു ഡിവൈസാണ് ആ കാണിക്കുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് ഈ ഒരു ഡിവൈസിനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഈ ആപ്ലിക്കേഷനിലോട്ട് ഈ ഡിവൈസിനെ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഡിവൈസിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും, അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. DK നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു റൗട്ടർ ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റിങ്സ്. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അതായത് ഈ ഒരു ഡിവൈസ് മാത്രമേ ഇതിനകത്ത് നിലവിൽ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ വൈഫൈ എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ വൈഫൈയുടെ പേര് കൊടുത്തിട്ടുണ്ട്, വൈഫൈയുടെ പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ചെയ്യാം. വൈഫൈ നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷെയർ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആർക്കൊക്കെയാണോ ആ പാസ്വേഡ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിലൂടെ. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ട്. ഗസ്റ്റ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് വേറെ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നെറ്റ്വർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഗസ്റ്റ് നെറ്റ്വർക്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഗസ്റ്റ് നെറ്റ്വർക്ക് എടുത്തിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഗസ്റ്റ് വൈഫൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗസ്റ്റ് വൈഫൈയുടെ പേരും പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാണിക്കുന്ന SSIDക്ക് പുറമെ, അതായത് വൈഫൈ നെയിമിന് പുറമെ പുതിയ പേരും പാസ്വേഡും കൂടി കാണിക്കും. അതിനാണ് ഗസ്റ്റ് വൈഫൈ എന്ന് പറയുന്നത്. പിന്നെ അതാണ് വൈഫൈയിൽ കാണിക്കുന്നത്. വൈഫൈയുടെ പേരും ഗസ്റ്റ് വൈഫൈ ഒക്കെ ആ വൈഫൈയുടെ സെറ്റിങ്സിലുണ്ട്. അത് കഴിഞ്ഞ് AI അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഡിവൈസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അതിനകത്തായിരിക്കും വരുന്നത്. അത് കൂടുതലായിട്ടൊന്നുമില്ല. പാരൻ്റൽ കൺട്രോൾ, ഇതിനകത്താണ് ആ ഒരു കൂടുതലായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പാരൻ്റൽ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഡിവൈസാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ഡിവൈസ് മാത്രം, ഈ ക്ലയൻറ്റ് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ അതിൽ കൂടുതൽ ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ അടിയിലൊക്കെ കാണിച്ചാൽ ഇപ്പോൾ അതിനകത്ത് ഈ ഒരു ക്ലയൻറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ മാനേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഒരു പ്രൊഫൈൽ, ആദ്യം തന്നെ ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാനിവിടെ ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്തോട്ട് ഈ ക്ലയൻറ്റിനെ ടിക്ക് ചെയ്ത് ആഡ് ചെയ്യണം. ഈ ക്ലയൻറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡൺ. അതായത് A എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ ആ ക്ലയൻറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ പ്രൊഫൈലിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കിവിടെ ചെയ്യാം. അതായത് ഷെഡ്യൂൾ ചെയ്യാം. ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ബെഡ് ടൈം, നമുക്കൊരു ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ടൈം, ഇപ്പോൾ മൺഡേയിലെ പോസ്റ്റ് ടൈം ഇത്ര നേരം കൊണ്ടെങ്കിൽ ഇത്ര നേരം വരെ അവർക്ക് നെറ്റ് വേണ്ട. റെസ്യൂം ടൈം, അതായത് നമുക്കൊരു 10 മണി തുടങ്ങി 7 മണി വരെ അവർക്ക് നെറ്റ് കൊടുക്കണ്ട. അല്ലെങ്കിൽ AM PM ഏതാണ്, രാത്രിയായാലും പകലായാലും ഒക്കെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതായത് രാത്രി കിടക്കുന്ന 10 മണി തുടങ്ങി രാവിലെ 7 മണി വരെ നെറ്റ് വേണ്ട, സൺഡേയും മൺഡേയും നെറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസിലുള്ള, അതായത് ഇപ്പോൾ ഈ ഡിവൈസാണ് കണക്റ്റ് ആയിരിക്കുന്നത്, ഏത് ഡിവൈസാണോ എല്ലാ ഡിവൈസിലും നമുക്ക് സെപ്പറേറ്റ് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ബെഡ് ടൈം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓഫ് ആവേണ്ട ടൈം, അതായത് എപ്പോൾ റൗട്ടർ ഓഫ് ആവണം, എപ്പോൾ ഓൺ ആവണം എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസ് ഇത് ടൈം ഷെഡ്യൂൾ
അതായത് സെറ്റ് ഷെഡ്യൂൾ ഏതെങ്കിലും മൺഡേ ട്യൂസ്ഡേ ഏതെങ്കിലും ഒരു ദിവസത്തിലും നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഇതുണ്ട്. അതായത് സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം, അതായത് വെഡ്നസ്ഡേ ഒരു ബുധനാഴ്ച നമുക്ക് അധികം യൂസ് വേണ്ട, ബുധനാഴ്ച നമുക്ക് രാവിലെ തുടങ്ങി ഉച്ചവരെ മാത്രം അവരെ ഉപയോഗിച്ചാൽ മതി നെറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു ഷെഡ്യൂൾ ടൈം. അപ്പോൾ ഈ ഷെഡ്യൂൾ ടൈമും ബെഡ് ടൈമും ആണ് അതുള്ളത്. രണ്ടും ടൈം സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് പാരൻ്റൽ കൺട്രോളിലുള്ളത്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഫിൽട്ടർ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് വെബ്സൈറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഇവിടെ കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ youtube.com എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഡൊമൈനിലാണെങ്കിൽ youtube.com തന്നെ അവിടെയും കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തതിന് ശേഷം ഡൺ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആവില്ല. അപ്പോൾ അതാണ് ഈ ഒരു വെബ്സൈറ്റ്. ഇത് യൂട്യൂബ് മാത്രമല്ല, നമുക്ക് ഏതൊക്കെ സൈറ്റുകളുണ്ടോ ആ സൈറ്റുകളൊക്കെ നമുക്കിവിടെ കൊടുത്തതിന് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈറ്റുകളൊന്നും പിന്നീട് ഓപ്പൺ ആവില്ല. അപ്പോൾ ഇത് ആണ് ഇതിൽ പറയുന്നത്. ഇതിനകത്ത് തന്നെ പറയുമ്പോൾ വെബ്സൈറ്റ് ബ്ലോക്കിങ്ങും ഈ ഷെഡ്യൂളിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ അലോ ലിമിറ്റഡ് ആക്സസ് നമുക്ക് കൊടുക്കാം. അതായത് നമ്മുടെ ആക്സസ് ലിമിറ്റ് ചെയ്യുന്നതാണ്. നമുക്കത് ഓപ്ഷനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ഈ ഒരു ഡിവൈസ് മാത്രം ക്ലൈൻ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈൽ എയിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഷെഡ്യൂളും വെബ്സൈറ്റൊക്കെ ഈ ഒരു ഡിവൈസിന് വേണ്ടി മാത്രമായിരിക്കും. നമ്മൾ വേറെ ഡിവൈസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒന്നില്ലെങ്കിൽ പ്രൊഫൈൽ ഡിഫറെൻറ്റ് ബീപ്പ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾക്ക് നമുക്ക് ഈ പറഞ്ഞത് തന്നെ ടൈമും അതുപോലെ തന്നെ വെബ്സൈറ്റ് ഏതൊക്കെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഏതൊക്കെ വേണം എന്നുള്ളത് അയാൾക്കും നമുക്ക് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിസിലെ ഈ ഒരു ഫംഗ്ഷൻ ഇത് തന്നെ ഒരു കൺട്രോളറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫംഗ്ഷനാണ് ഇന്ന് റൗട്ടറിലൂടെ നമുക്കിത് ലഭിക്കുന്നത്. പിന്നെ അതിനകത്ത് ഇനി വരുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് മോഡ്, അതൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ക്ലയൻറ്റ് പ്രിയോറിറ്റി, നമുക്ക് പ്രിയോറിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന, അതായത് ഏറ്റവും കൂടുതൽ നെറ്റ് ആവശ്യമുള്ള ആളുടെ ആ ഒരു പ്രയോറിറ്റി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. കണ്ടില്ലേ, ഈ ക്ലയൻറ്റ് പ്രയോറിറ്റി അനുസരിച്ച് ഡൗൺലോഡിങ് സ്പീഡ്, അപ്ലോഡിങ് സ്പീഡ് എത്രയൊക്കെ വേണമെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എത്ര അപ്ലോഡിങ് സ്പീഡ് വേണം, എത്ര ഡൗൺലോഡിങ് സ്പീഡ് വേണം, അതൊക്കെ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ക്ലയൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതായത് എറണാകുളത്തേക്ക് ആണെങ്കിൽ നമ്മൾ നേരിട്ട് വന്നതിന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. എറണാകുളത്ത് പുറത്താണെങ്കിലും നമുക്കതിനുള്ള ആളുകളെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരം നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇത്തരം വീഡിയോസുകൾ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.